നമസ്കാരം. ന്യൂഡൽഹി ജന്തർ മന്ദറിൽ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും വെടിവയ്പ്പിനും വംശഹത്യയ്ക്കും ആഹ്വാനം ചെയ്യുകയും അശ്ലീല വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിനെതിരെ കേരള പോലീസിന്റെ നിർണായകമായ നീക്കം. TG മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് സംഘമെത്തി. കേസ് രജിസ്റ്റർ ചെയ്ത് 11 ദിവസം പിന്നിട്ടിട്ടും ഇയാളെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറാകുന്നില്ല എന്ന തരത്തിൽ വ്യാപകമായ വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നതോടുകൂടിയാണ് സൈബർ പോലീസ് സംഘം മോഹൻദാസിന്റെ വീട്ടിലെത്തിയത്. മൊഴിയെടുക്കാനും കസ്റ്റഡിയിലെടുക്കുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്കുമാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് സംഘം മോഹൻദാസിന്റെ വസതിയിലെത്തിയത്. ഡൽഹി സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണം, ശവം പെറുക്കി ആശുപത്രിയിലാക്കണം തുടങ്ങിയ പരാമർശങ്ങളാണ് മോഹൻദാസ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത്. ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തുന്നവരെ അതിക്രൂരമായി അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇദ്ദേഹം വീഡിയോ പങ്കുവച്ചത്. ഞാനായിരുന്നുവെങ്കിൽ ജന്തർ മന്ദർ പരിസരത്ത് 4 സ്ക്വയർ കിലോമീറ്റർ പരിധിയിൽ കർഫ്യൂ പ്രഖ്യാപിക്കും. ആളുകളോട് പിരിഞ്ഞു പോകാൻ 3 തവണ ആവശ്യപ്പെടും. അതിനുശേഷം വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും. കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. ഇതായിരുന്നു ഇയാളുടെ ക്രൂരമായ വാദങ്ങൾ. ഇതിനു പുറമെ സമരരംഗത്തുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും ലൈംഗികമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളും ഇയാൾ നടത്തിയിരുന്നു. അവിടെ പോലീസിനെ പിൻവലിച്ചാൽ കൊലപാതകവും കൂട്ടബലാത്സംഗവും നടക്കുമെന്നും പ്രക്ഷോഭകർ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്നും ഇയാൾ സംസാരിച്ചു. പ്രമുഖ സാഹിത്യകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥയിലെ വരികൾ ഇതിനായി ഇയാൾ ദുരുപയോഗം ചെയ്തു. ഇത്തരം പരാമർശങ്ങൾ ഉയർന്നതോടുകൂടി AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, SFI യൂത്ത് കോൺഗ്രസ്, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് തുടങ്ങിയ സംഘടനകൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സൈബർ ഓപ്പറേഷൻസ് IG P പ്രകാശിന്റെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ജൂലൈ 29-ന് ഇയാൾക്കെതിരെ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്തത്. എന്നാൽ കേസെടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മോഹൻദാസിനെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറായിരുന്നില്ല. ഇയാളുടെ വിദ്വേഷ വീഡിയോ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യാനും നടപടിയുണ്ടായില്ല. ഇത് വലിയ രീതിയിലുള്ള രോഷത്തിനാണ് വഴിവെച്ചത്. യൂട്യൂബ് കണ്ടന്റ് നീക്കാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട് എന്നും സ്ത്രീകളെ അധിക്ഷേപിച്ചതിന്റെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നുമാണ് പോലീസ് ആദ്യം നൽകിയ വിശദീകരണം. അതേസമയം കേസ് എടുത്തിട്ടുണ്ട് എന്നും അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആഭ്യന്തരമന്ത്രി അല്ല എന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. എന്നാൽ ഈ വിഷയം രാഷ്ട്രീയമായി കത്തിപ്പടരുകയും സർക്കാരിനും പോലീസിനുമെതിരെ ജനരോഷം ശക്തമാകുകയും ചെയ്തതോടെയാണ് ഒടുവിൽ പോലീസ് മോഹൻദാസിന്റെ വീട്ടിലേക്ക് നേരിട്ട് വന്നത്. പ്രതിയെ ഉടൻ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്താനും ഉള്ള സാധ്യതകളാണ് നിലവിലുള്ളത്.